മുട്ടിൽ മരംമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇതോടെ മരം കൊള്ള നടത്തി കാട്ടുകൊള്ളന്മാർ എന്ന പേരും സമ്പാദിച്ച് സർക്കാരിനെയും മരവ്യാപാരികളെയുമെല്ലാം ഒന്നടങ്കം പറ്റിച്ച കേസിലാണോ, അല്ല മെസ്സിയെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് കോടികൾ തട്ടിയെടുത്ത് നികുതിയും മുക്കി മലയാളികളെയും ഒന്നടങ്കം പറ്റിച്ച കേസിലായിരിക്കുമോ ആദ്യം ഇവർ അകത്ത് കിടക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ഏതായാലും വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ഹർജി കോടതി തള്ളി അങ്ങ് മൂലക്കെറിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ മുട്ടിലിൽ നിന്ന് സർക്കാരിൻ്റെ മരം മുറിച്ചു കൊണ്ടുവന്ന് ഇത് സ്വകാര്യ വ്യക്തികളുടേതാണ് എന്നും പറഞ്ഞ് മരം വ്യാപാരിയെ വഞ്ചിച്ച കേസിൽ എല്ലാ തെളിവുകളും വെച്ചിട്ടാണ് അമ്പലമേട് പോലീസും ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയും ആ കേസുകൾ നീക്കുന്നത്. അവിടെ പോയി ഇതേ തട്ടിപ്പ് തന്നെ നടത്താനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല എന്ന് ഹൈക്കോടതി തന്നെ സമ്മതിച്ച മട്ടാണ്. അതാണ് മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ ഹൈക്കോടതിയുടെ നിലപാടറിയിച്ചിരിക്കുന്നത്. ഇന്നും റിപ്പോർട്ടർ മുതലാളിമാരിൽ അഗ്രഗണ്യനായ ആൻഡോ അഗസ്റ്റിൻ അതുപോലെ മറ്റൊരു സഹോദരനും കോടതിയെ കളിയാക്കിയിരിക്കുകയാണ്. ഈ വഞ്ചനാ കേസിൽ പ്രതി റോജി അഗസ്റ്റിൻ കോടതിയിൽ ഹാജരായി. പക്ഷേ ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും എത്തിയില്ല. കോടതിയെ ഇന്നും പറ്റിച്ചിരിക്കുന്നു. മറ്റു പ്രതികൾ എവിടെയെന്നും എന്താണിത്, ആളെ കളിയാക്കുകയാണോ എന്നും പൊട്ടിത്തെറിച്ച കോടതി വന്നു നിന്ന റോജിയോട് തന്നെ മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മുട്ടിൽ മരംമുറി തട്ടിപ്പ് കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന്. ഈ കാട്ടുകള്ളന്മാരുടെ ഓരോ നീക്കങ്ങളും എല്ലാം കോടതിയും നിരീക്ഷിച്ചു വരികയാണ്. പണവും മാധ്യമവും ഉണ്ടെങ്കിൽ എല്ലാ സംവിധാനങ്ങളെയും അങ്ങ് തകർത്ത് കളയാം എന്നൊരു ചിന്ത അത് ഈ സമൂഹത്തിൽ തന്നെ അപകടമാണ് എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കാം കോടതിയും കള്ളന്മാരെ പൂട്ടാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യമെല്ലാം അങ്ങ് വിചാരണ കോടതിയിൽ ഉന്നയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കേസിൽ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതികൾ നേരിട്ട് ഹാജരാകേണ്ടതായിരുന്നു ഇന്ന്. എന്നാൽ ഇതൊഴിവാക്കാനുള്ളൊരു നീക്കമാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയിൽ നടത്തിയത്. ഇതെല്ലാം പണം കൊടുത്തു വാങ്ങുന്ന അഭിഭാഷകരുടെ കള്ളക്കളിയാണ് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ കോടതിയിൽ നിയമവും അതുപോലെ സത്യവും വിജയിക്കുക തന്നെ ചെയ്യും. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയിലെ ഈ നീക്കം അവർ നടത്തിയത്. എന്നാൽ ഹർജി നിലനിൽക്കില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി അതിശക്തമായി തന്നെ സ്വീകരിച്ചത്. വയനാട് വനഭൂമിയിൽ നിന്ന് മരം മുറിച്ചു എന്ന കേസിൽ തീരുമാനമുണ്ടാകും വരെ മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിയിൽ ഇവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ പൂർണ്ണമായും ഒരു കള്ളനായി മാറിയ ഒരാൾ, അതും ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മാംഗോ ഫോൺ എന്ന പേരിൽ 3000 കോടി രൂപയുടെ പദ്ധതിയിട്ട് നടത്തിയ തട്ടിപ്പ്. അന്നു മുതൽ മലയാളികളുടെ പൊതുഖജനാവും പണവും എല്ലാം തെറ്റായ വഴിയിലൂടെ കൊള്ളയടിക്കാൻ ഒരുങ്ങിയ ഒരാളെ കോടതി വളരെ വ്യക്തമായി പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ ആവശ്യങ്ങൾ തള്ളിയെറിഞ്ഞത്. ആൻഡോ അഗസ്റ്റിൻ വരാത്തതിന് കോടതി അരിശം കൊണ്ടതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ആൻഡോ അഗസ്റ്റിൻ ചെറിയ പുള്ളിയല്ല. വയനാട് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിലെ മുട്ടിലിൽ നിന്നും മുറിച്ചു കടത്തിയ കള്ളത്തടി രേഖകളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തി 1,40,00,000 രൂപ തട്ടിയെടുത്തു എന്ന പരാതിയെ തുടർന്ന് എറണാകുളത്തെ അമ്പലമേട് പോലീസ് എടുത്ത കേസാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ളത്. കരിമുകൾ മലബാർ ടിമ്പേഴ്സ് ഉടമ MM അലിയാരാണ് പരാതി നൽകിയത്. ഈ മരം കൊള്ളക്കാരുടെ വഞ്ചനാ കേസ് താഴെത്തട്ടിൽ തന്നെ വ്യക്തമായതോടെ റിപ്പോർട്ടർ മുതലാളിമാർ ജയിലുറപ്പിക്കുകയാണ്.